വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. മലയും ഒരു വല്ലാത്ത പടമാണ്. അതായത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എൻ്റെ കരിയറിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുമില്ല. ഒരു ക്രൂ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോൾ 40 അടി താഴ്ച എന്നൊക്കെ പറയാൻ നമുക്കൊന്നും തല പോലും പൊക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ക്യാമറമാനും അങ്ങനെ ആയിരിക്കണം. നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലത്. എന്റെ ഫസ്റ്റ് ഡേ ഷൂട്ട് അത് കമൽ സാറിനോട് വെച്ചിടുന്നത് അല്ലേ. അവിടെ നിൽക്കുമ്പോ പുള്ളി കാരവൻ ഇറങ്ങി വരുന്ന തൊട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കും എന്തൊക്കെയാ ചെയ്യുന്നത്. ഫഹദ് ഫാസിലാണ് ദ ക്യൂവിനൊപ്പം ഉള്ളത്. നമ്മൾ വീണ്ടും സംസാരിച്ചു തുടങ്ങുന്നു. വിക്രം എന്ന് പറയുന്ന ഒരു എന്താ പറയാ മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇന്ത്യൻ സിനിമയിൽ ത്രസിപ്പിച്ചിട്ടുള്ള ഒരു വമ്പൻ ഹിറ്റ്. എന്തുകൊണ്ടാണ് വിക്രം ചൂസ് ചെയ്തെന്നുള്ള സമയത്ത് ഫഹദ് പറഞ്ഞിട്ടുണ്ട് കമൽഹാസൻ എന്ന് പറഞ്ഞ ലെജൻഡിന്റെ കൂടെ അഭിനയിക്കാനുള്ളൊരു ഓപ്ഷൻ എന്നുള്ളപടി. പക്ഷെ വിക്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അതിനപ്പുറത്ത് ആസ് എ പെർഫോമർ വലിയൊരു സാധ്യത എക്സ്പ്ലോർ ചെയ്ത സിനിമയാണ്. അതൊരു വേൾഡ് വൈഡ് ഒരു തമിഴ് സിനിമ എന്നുള്ളതിനപ്പുറത്ത് ഒരു ഹിറ്റ് കിട്ടുന്നത്. ആഫ്റ്റർ വിക്രം എന്താ ഒരു പേഴ്സണൽ ഫീൽ? എന്താ പേഴ്സണൽ ഫീൽ അല്ല, എനിക്ക് ഇപ്പം ഞാൻ മലയാളത്തിന് പുറത്തൊരു സിനിമ ചെയ്യാന്നൊരിക്കലും അങ്ങനെ ചിന്തിക്കാറില്ല. എപ്പോഴും ഇവിടെ ചെയ്യാത്തൊരു കാര്യം തന്നെ അവിടെ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ ഇനിഷ്യൽ ഒരു സിനിമ പുറത്ത് കൺസിഡർ ചെയ്യുമ്പം ഞാൻ നോക്കുന്ന കാര്യങ്ങൾ. അപ്പം ലോകേഷ് ആയിട്ടുള്ള ഏറ്റവും വലിയ മാജിക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു കെമിസ്ട്രി എനിക്ക് ലോകേഷായിട്ട് ഞാൻ ലൊക്കേഷനെ മീറ്റ് ചെയ്ത ദിവസം എനിക്ക് അങ്ങനെ ഒരു റിലേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പം എന്നോട് ലോകേഷ് പറഞ്ഞ ആദ്യത്തെ വിക്രമിൻ്റെ കഥയാണ്. അതായത് 86 കമൽ സാർ ചെയ്ത വിക്രമിൻ്റെ കഥയാണ് പറഞ്ഞത്. എന്നിട്ട് ലോകേഷിനോട് പറഞ്ഞു, സാർ ഈ കഥ നമ്മൾ വേറെ രീതിയിൽ പറയാൻ പോവാണ്, സാറായിരിക്കും ആ കഥ പറയുന്നത്, എനിക്കിപ്പോഴും ഇത്രേ പറയാൻ പറ്റുള്ളൂ, ബാക്കി നമുക്ക് ഷൂട്ടിന് കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പ്രാവശ്യം കമൽ സാർ വിളിച്ചിട്ട് ഇതേ കഥ തന്നെ കമൽ സാർ ചുമ്മാ നമുക്ക് ഇന്ന് ഇങ്ങനെ ഇത് പറഞ്ഞാൽ ചിലപ്പോൾ രസമായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ക്യാരക്ടർ ഒറിജിനൽ വേർഷനിൽ ഇല്ല. എന്റെ ക്യാരക്ടറോ സേതുവിന്റെ ക്യാരക്ടറോ ഒന്നും ഇല്ല. പക്ഷെ ഈ കഥ പറയാൻ വേണ്ടി ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ഒരു ഏജന്റ് വരികയാണ്. അപ്പൊ അയാളാണ് ഈ കഥ പറയുന്നത്. അതിന്റെ കോൺഫ്ലിക്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ മീറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ കള്ളൂടിയനായിരുന്നു ഏജന്റ് വിക്രം. ഈ കേൾക്കുന്ന എന്റെ ക്യാരക്ടറിന് അതല്ല അതിനകത്ത് വേറെന്തോ ഇതുണ്ട്. അപ്പം ട്രൂത്ത് ബിലീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏക ക്യാരക്ടറായിരുന്നു അന്ന് വിക്രമിന്റെ നരേഷനിലുണ്ടായിരുന്നു അമർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. പിന്നെ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴാണത് അതിന്റെ ഒരു പ്രോഗ്രഷൻ കറക്റ്റായിട്ട് നടന്നത്. അപ്പം ഇപ്പം ചോദ്യത്തിന് ഉത്തരം ലൊക്കേഷനെ പോലൊരു ഡയറക്ടർ അങ്ങനെ ഒരു കെമിസ്ട്രി എനിക്ക് അവിടെ ക്രാക്ക് ചെയ്യാൻ പറ്റി. ഇനിയും ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ലോകേഷ് ഒരു മാജിക് ആയിരുന്നു. പിന്നെ കമൽ സാറായിട്ടുള്ള ഇന്ററാക്ഷനും സേതു മൊത്തത്തിൽ നല്ല ഓർമ്മകളാണ് സിനിമയുടെ. ഈ വിക്രമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന്റെ സക്സസിനേക്കാളും ആദ്യം ഓർമ്മ വരുന്നത് ഷൂട്ട് ചെയ്ത് ആ ടൈമാണ്. ഇത്ര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 883ാമത് ദിവസമാണ് ഒരു ഫഹദ് സിനിമ തിയേറ്ററിൽ വന്നിട്ട് 883ാമത്തെ ദിവസം ജൂലൈ 22 മലയൻ കുഞ്ഞ് വരുന്നതെന്ന്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് സിനിമ മലയാളത്തിലെ അവസാനത്തെ സിനിമ ട്രാൻസിനെ കണക്ട് ചെയ്തിട്ടാണ് ഈ ഇത്രയും വലിയ ഗ്യാപ്പ് വരുന്നത്. തിയേറ്ററിൽ ശരിക്കും ആ ഒരു ഗ്യാപ്പ് അറിഞ്ഞിട്ടില്ല. കാരണം അതിനിടെ പുഷ്പ വന്നിട്ടുണ്ട്, പിന്നെ വിക്രം വന്നിട്ടുണ്ട്. ഈ മലയും കുഞ്ഞ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നേരത്തെ ഈ സിനിമയുടെ ഒരു പെർഫെക്ഷന്റെ ടാഗ് ലൈൻ പോലെ ഫാസിൽസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഒരു ക്രെഡിബിൾ ടാഗ് ലൈൻ ആയിരുന്നു ഫാസിൽ സാറിന്റെ പ്രൊഡക്ഷൻ ഒപ്പം തന്നെ. ഫാസിൽ സാറ് തിരിച്ചു വരുന്ന സിനിമയാണ്. നിങ്ങൾ ടൈറ്റിൽ പറഞ്ഞ പോലെ മറ്റേ AR റഹ്മാൻ 30 വർഷത്തിന് ശേഷം AR റഹ്മാനും 30 അടി താഴ്ചയിൽ നിന്ന് അനിക്കൂട്ടനും എന്ന് പറയുന്ന പോലെ മലയൻ കുഞ്ഞ് എത്രത്തോളം സ്പെഷ്യലാണ്, അല്ലെങ്കിൽ മലയൻ കുഞ്ഞിലേക്കുള്ള ഒരു ജേർണി എങ്ങനെയാണല്ലോ? മലയൻ കുഞ്ഞൊരു വല്ലാത്ത പടമാണ്. അതായത് എങ്ങനെ എവിടെ നിന്ന് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇത് ആക്ച്വലി ഈ ഡിസ്കഷൻ നടക്കുന്നത് 2 years മുമ്പുണ്ടായ ഒരു ഭയങ്കര ലോക്ക്ഡൗണിന്റെ ഒരു പീക്ക് പോയിന്റിലാണ്. അതായത് ഷൂട്ട് ചെയ്യാൻ പെർമിഷൻസ് ആയി, പക്ഷെ വളരെ റെസ്ട്രിക്ഷൻസോടെ ഷൂട്ട് ചെയ്യണം. സെറ്റിൽ 20 പേര്. അപ്പൊ അങ്ങനെ ഒരു ടൈമിലാണ് എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിനിടയിലൊക്കെ മഹേഷ് ഇങ്ങനെ ഒരു സർവൈവൽ ത്രില്ലറിന്റെ കാര്യം പറഞ്ഞത്.
അപ്പൊ അതിനു മുമ്പ് ഞാനും സജിയും കൂടെ ഒരു പടം ചെയ്യാൻ പോവാണ്. അതെ, അങ്ങനെ ഒരു ഡിസിഷനിലെത്തി. ഞാനും സജിയും കൂടെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു. അത് ബാദുഷയായിരുന്നു പ്രൊഡ്യൂസ് ചെയ്യാനായിരുന്നു. പക്ഷെ ഒരു ഐഡിയയിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഒന്നും അങ്ങനെ എത്താതെ അങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങൾ മഹേഷിനോട് ചോദിച്ചത്, മച്ചാൻ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ, വിട്ടുകളഞ്ഞ എന്തെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് തരാൻ, ഞങ്ങളതിപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഞങ്ങളൊരു ഐഡിയ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ മഹേഷ് അങ്ങനെ കുറേ കാര്യങ്ങൾ, മഹേഷ് ആദ്യം പറഞ്ഞൊരു ട്രാവലാണ്, ഒരു കപ്പിളുടെ കൊച്ചി തൊട്ട് ഡൽഹി വരെയുള്ള ഒരു ട്രാവലാണ്. അതും ഈ കോവിഡ് പോയിന്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്ത്. പിന്നെ മഹേഷ് ഒരു രാത്രി എന്നെ വിളിച്ചു പറഞ്ഞിട്ട് സാധനം ലാൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് അത് ചുമ്മാ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജോജി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം രാത്രി എന്നോട് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എറണാകുളത്ത് വരാൻ പറഞ്ഞ് ഞാൻ രാത്രി എറണാകുളത്ത് വന്ന് മഹേഷ് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഈ ഐഡിയ പറഞ്ഞു. എനിക്ക് ഈ ഐഡിയ ഭയങ്കര വർക്കായി. അതായത് ഒരു ക്യാരക്ടറിൻ്റെ ജേർണി ഇപ്പം നമ്മൾ എൻ്റെ ഏത് പടങ്ങൾ നോക്കിയാലും വിസിബിളി കാണാൻ പറ്റുന്നത് ഒരു ക്യാരക്ടറിന്റെ ട്രാവൽ കാണാം. ബ്ലാക്ക് എന്ന് വൈറ്റിലേക്കോ അല്ലെങ്കിൽ ഗ്രേ എന്ന് വൈറ്റിലേക്കോ ഇല്ലെങ്കിൽ ബ്ലാക്ക് എന്ന് ഗ്രേയിലേക്കോ, എങ്ങനെ വേണേലും ഏത് ഇതിൽ വേണം. അപ്പൊ എപ്പോഴും ഈ ട്രാവലിന് വേണ്ടി നമ്മൾ ജോഗ്രഫി സെറ്റ് ചെയ്യും. ഇപ്പം ട്രാൻസ് തുടങ്ങുന്ന കന്യാകുമാരിയില്, പിന്നെ ബോംബെ പോകും. അതെ, ഇപ്പൊ ഞാൻ പ്രകാശം നോക്കിയാലും പാലക്കാടിനടുത്ത് താമസിക്കുന്ന ഒരുത്തൻ, അവൻ എറണാകുളത്ത് ജോലിയായിട്ട് വരുന്നു. അപ്പൊ ഈ ഇന്റേണൽ ട്രാവലിന് വേണ്ടി ജോഗ്രഫി മാറ്റും. എനിക്ക് ആദ്യം മലയൻകുഞ്ഞിന്റെ ഐഡിയ കേട്ടപ്പോൾ ഈ ജോഗ്രഫി മാറുന്നില്ല, ഈ കഥകൾ നടക്കുന്നത് ഭൂമിയുടെ മേളിലും പിന്നെ ഒരു 40 അടി താഴെയാണ്. ഇതാണ് ഇതിന്റെ ആകെ മാറുന്ന ജോഗ്രഫി. പക്ഷേ ഈ ക്യാരക്ടറിന്റെ ട്രാവൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഭയങ്കര. ഞാൻ അങ്ങനെ എന്നുവെച്ചാൽ അത്ര ഇന്റൻസ് ആയിട്ടൊരു പരിപാടിയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിതിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിക്കഴിഞ്ഞാണ് ഈ പ്രോജക്റ്റിന്റെ വയബിലിറ്റിയെ പറ്റി. ഇത് ഷൂട്ട് ചെയ്യാന്ന് പറയുന്നത് ആക്ച്വലി എവിടെ പോയി ഷൂട്ട് ചെയ്യണം, ഇത് ലാൻഡ്സ്ലൈഡ് നടന്നൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യണോ, ഇത് ഫുൾ സെറ്റ് ചെയ്യണോ, അങ്ങനെയുള്ള കുറെ ചാലഞ്ചസിലേക്ക് ടെക്നിക്കൽ പോസിബിലിറ്റി കൂടി അല്ലേ. അപ്പം പ്രൈമറിലി എനിക്കിത് ഒരു ചിലപ്പോൾ നല്ല ടൈം എടുക്കാവുന്നൊരു പ്രോജക്റ്റാന്നൊക്കെ തോന്നിയിട്ട് ഞാൻ ബാദുഖാൻ വിളിച്ച് പറഞ്ഞു നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം, ഇത് ഞാൻ വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്തോട്ടെ ചോദിച്ചു. ഒന്നുമല്ല, എനിക്കിത് കുറെ കൂടെ എൻ്റെ എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ കേൾക്കുന്ന ആരെങ്കിലും ചെയ്ത രസമായിരിക്കും. അപ്പൊ ബാദുഖ കേൾക്കും, പക്ഷെ എനിക്ക് കുറെ കൂടെ കൺട്രോൾ വേണം, നമുക്ക് വേറെ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ബാദുഖ മാറി തന്നപ്പോഴാണ് ഞാൻ വാപ്പാൾക്ക് ഈ ഐഡിയ ഒരു പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ ഇങ്ങനെ പറഞ്ഞു. അപ്പം ബാപ്പയെ ഭയങ്കര എക്സൈറ്റഡ് ആയത്, ഭയങ്കര രസമാണല്ലോ, എനിക്ക് മഹേഷിനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പിറ്റേ ദിവസം മഹേഷിനെ സജിയും കണ്ട് അങ്ങനെ വാപ്പയെ ഓണായി. പിന്നെ എല്ലാവരും വരുമായിരുന്നു ഇതിൻ്റെ അകത്തേക്ക്. ഇപ്പം സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റഹ്മാൻ വരുന്നത്. അപ്പം അല്ല, എനിക്ക് തോന്നി ഈ സിനിമ ഇതെല്ലാം ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കൂടിയുണ്ട് അങ്ങനെ തോന്നി. അതുകൊണ്ടായിരിക്കാം മറ്റു ടെക്നീഷ്യൻസും ഈക്വലി എക്സൈറ്റഡ് ആയത് സിനിമ കണ്ട്. അപ്പൊ ഈ സിനിമ ആക്ച്വലി ഈ സിനിമയ്ക്ക് ഒരു യാത്ര ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫൈനലി റഹ്മാൻ സാറിന്റെ മ്യൂസിക്കും എല്ലാം വെച്ച് നമ്മൾ ഈ പടം കണ്ടപ്പോൾ എല്ലാവരുടെയും ടാലൻസ് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇതിന്റെ ഡീറ്റെയിലിംഗ് തിയേറ്ററിലേക്ക് ഇട്ടുകൊള്ളെന്ന് നമുക്ക് തോന്നി. എന്ന് വെച്ചാൽ എന്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ ക്ലോസ്ട്രോഫോബിയ ഒരു ക്യാരക്ടർ തന്നെയാണ് പടത്തിൽ. അതുകൊണ്ടാണ് ക്ലോസ്ട്രോഫോബിയ വാണിംഗ് പോലെ. അതെ, നമ്മൾ വീട്ടിലിരുന്ന് കണ്ട ക്ലോസ്ട്രോഫോബിയ ഫീൽ ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയാണ്. അപ്പൊ ഈ നമ്മൾ പറയുന്നത് ഇപ്പോഴും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു ക്യാരക്ടറിന്റെ ഇന്റേണൽ യാത്ര മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അത് ഒരു ഭയങ്കര നാഷണൽ ഒരു കലാമിറ്റിയിലാണ് ഇത് നടക്കുന്നത്. അപ്പം ആ ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ മലയൻകുഞ്ഞിനിടെയാണ് ഒരു വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. എനിക്കൊന്നാ മൂക്കിൽ അല്ലെ, അതിപ്പോഴും തെളിഞ്ഞു വെപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് അന്ന് ഇപ്പോ ആ ആക്സിഡന്റിനെ കുറിച്ച് മഹേഷ് ആണെങ്കിലും സജിയൊക്കെ പറയുന്ന സമയത്ത് അവരെല്ലാം എല്ലാ രീതിയിലും ഭീതിപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നു, ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സംഗതി ചെയ്യുന്നു. ഞാൻ ചോദിക്കുന്ന ആക്സിഡന്റിനെ കുറിച്ച് നമ്മൾ മാലിക്കിന്റെ സമയത്ത് സംസാരിച്ചപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു കോൺഷ്യസ് സംഗതിയൊക്കെ മാറിയിട്ടാണല്ലോ ഒരു ക്യാരക്ടറിലേക്ക് വരിക. ഇപ്പം ആനിക്കുട്ടനാണെങ്കിൽ ആ ക്യാരക്ടറിലേക്കൊക്കെ അങ്ങനെ വന്നില്ല. ഇപ്പോൾ ഒരു പോസ്റ്റ് ആക്സിഡന്റ് വീണ്ടും നമ്മൾ ഷൂട്ട് സെറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി ഈ ഒരു കോൺഷ്യസ് സംഗതിയൊക്കെ മാറ്റി അതൊരു ഭയമോ ആശങ്കയൊന്നും ആവാതെ നമുക്ക് നോർമലി ആയി ആ ക്യാരക്ടറിലേക്കും ഒരു ഇന്റൻസിലേക്കും പോകാൻ പറ്റുന്നതൊക്കെ എങ്ങനെയാണ്? ആക്ച്വലി എനിക്ക് വീണ്ടും ഷൂട്ട് തുടങ്ങുന്നത് എനിക്ക് അതേ ഷോട്ട് ചെയ്ത് തുടങ്ങണമെന്നായിരുന്നു. അത് മഹേഷും സജിയും സമ്മതിച്ചില്ല. കാരണം ആക്സിഡന്റ് ആയ അതേ ഷോട്ട് തന്നെ നമ്മൾ ഇപ്പോഴും പടത്തിൽ വെച്ചിരിക്കും.
അപ്പം മഹേഷ് പറഞ്ഞ അത് കിട്ടിയിട്ടുണ്ട് ഇനി അത് ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ഫിയർ മാറാനാണ്. മഹേഷ് പറഞ്ഞ ഫിയർ മാറാനാണ് ചെയ്തത്, പക്ഷെ ഷൂട്ട് ചെയ്യണ്ട ഇനി, അത് കിട്ടിക്കഴിഞ്ഞ്. അപ്പൊ വീണ്ടും അതേ ലൊക്കേഷനിൽ തന്നെയാണ് നമ്മുടെ ബാലൻസ് ഷൂട്ട് ഉള്ളത്. അപ്പം ആ ലൊക്കേഷനായിട്ട് ഫാമിലി കുറച്ച് എന്താ പറയുക, ആ ലൊക്കേഷനിൽ പോയി ടൈം സ്പെൻഡ് ചെയ്ത് ഈ ഫുൾ സെറ്റിന്റെ ഒരു ജോഗ്രഫി ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു പരിധി വരെ നമ്മുടെ പേടി മാറും. പിന്നെ ഇത് ഒറ്റയ്ക്കല്ലല്ലോ നമ്മള്, അതാണ് എനിക്ക് ഒരിക്കൽ പോലും പേടി തോന്നാത്തത്. ഒരിക്കലും അതാ ഒറ്റയ്ക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പം മലയൻകുഞ്ചിന്റെ സെക്കൻഡ് ഹാഫിലെ ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്റെ കരിയറിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു ഞാൻ ഷൂട്ട് ചെയ്തിട്ടുമില്ല. ഒരു ക്രൂ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല. ഇപ്പോ 40 അടി താഴ്ച എന്നൊക്കെ പറയാൻ നമുക്കൊന്നും തല പോലും പൊക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കേണ്ടത്. അപ്പൊ ഞാൻ ഇങ്ങനെയാണെങ്കിൽ ക്യാമറമാനും അങ്ങനെ ആയിരിക്കണം, നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യം ഇല്ലത്. അതുപോലെ തന്നെ ലൈറ്റിന്റെ ആൾക്കാരായാലും സൗണ്ടിന്റെ ആൾക്കാരായാലും അതൊരു ഭയങ്കര പ്രോസസ് ആയിരുന്നു ഈ പടം. ഈ ഞങ്ങളൊരു 40 days കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെയാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ടിന് ഇറങ്ങിയത്. ഓരോ സ്റ്റേജിലാണ് ഇതിന്റെ ചാലഞ്ചസ് ഡിസ്കവർ ചെയ്തത്. അപ്പൊ ഞങ്ങൾ എൻഡ് അപ്പ് ഷൂട്ടിംഗ് ഇപ്പൊ ഞങ്ങളൊരു 70-80 ദിവസം കണ്ട് ഷൂട്ട് ചെയ്ത്. അതും ഒറ്റ ഓർഡറിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ കുറച്ച് അണ്ടർ വാട്ടർ സീക്വൻസ് ഉണ്ടായിരുന്നു, അത് ബോംബെ ഷൂട്ട് ചെയ്യണമായിരുന്നു. പിന്നെ ഹോസ്പിറ്റൽ സീക്വൻസ് ഉണ്ടായിരുന്നു, അത് വേറൊരു സ്ഥലത്ത്. പക്ഷേ ഈ കോവിഡിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് പെർമിഷൻസ് ഒക്കെ പാടായിരുന്നു. അപ്പൊ ഇത് കുറെ സ്പ്രെഡ് ചെയ്ത് ഷൂട്ട് ചെയ്ത് അസംബിൾ ചെയ്തെടുത്തൊരു സിനിമയാണ്. അപ്പൊ അത് പുട്ട് ടുഗദർ ആൻഡ് വാച്ച് ഇറ്റ്. ഒരുപാട് ടെക്നീഷ്യൻസിന്റെ ടാലന്റ് വിസിബിളി കാണാം. ഓക്കെ, ഒരു സൗണ്ടിന്റെ ആൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫർ എന്താ ചെയ്യുന്നത്, അങ്ങനെ ഓരോരുത്തരുടെയും വർക്ക് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ മലയൻകുഞ്ഞിന്റെ കാര്യം പറഞ്ഞപ്പോഴും ഒരു സിനിമ സാധ്യമാക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ക്യാരക്ടറിന്റെ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ അതല്ല ഇപ്പോഴും സംസാരം. നേരത്തെ അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ മലയൻകുഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതില് പിന്നെ ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി ആയിട്ട് മഹേഷ് വരികയാണ്. മഹേഷ് അങ്ങനെ സിനിമാറ്റോഗ്രഫിയിൽ മുൻപരിചയമുള്ള ആളേ അല്ല. പിന്നെ ഷോട്ടൊക്കെ എടുത്തിട്ട് ഈ നമ്മൾ താഴെ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറ ഷൂട്ട് ചെയ്തിട്ട് അത് എനിക്ക് കാണണമെങ്കിൽ എനിക്ക് ക്യാമറ തരും. അപ്പൊ ഞാൻ അങ്ങനെ അത് പ്ലേ ബാക്ക് ചെയ്ത് കാണണം, അല്ലാതെ വേറെ മോണിറ്റർ സൗകര്യമൊന്നുമില്ല. അപ്പൊ മഹേഷ് ഓരോ പ്രാവശ്യം ക്യാമറ തരുന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും മഹേഷ് തന്നെ ചോദിക്കും, വല്ലതും കാണുന്നുണ്ടോ? അപ്പൊ അതൊരു ട്രയൽ പ്രോസസ് ആയിരുന്നു, എക്സ്പെരിമെന്റ്. അന്ന് രാത്രി എന്നെ വിളിച്ച് കഥ പറഞ്ഞു പറഞ്ഞില്ലേ. അപ്പൊ ഈ കഥ കേട്ടപ്പോ ഞാൻ ചോദിച്ചു, അപ്പൊ ആർട്ട് ഡയറക്ടർ ജ്യോതിഷാണ്, ആരെ ഷൂട്ട് ചെയ്യുന്ന, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. അടിപൊളി, ഓക്കെ. അല്ല, മഹേഷിന് എന്തും ചെയ്യാൻ പറ്റും, എനിക്കൊന്ന് അഭിനയിക്കാനും പറ്റുമെന്ന് തോന്നുന്നു. അപ്പൊ അത് അതൊരു ഭയങ്കര ലേണിംഗ് പ്രോസസ്സാണ് മഹേഷായിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. മഹേഷ് പഠിക്കുന്ന ഒരു കാര്യം മഹേഷ് നമ്മളെ പഠിപ്പിച്ചിരുന്നു. ഇപ്പൊ സീസോണും അങ്ങനെയാണല്ലോ, അതൊരു ടെക്നോളജി കൂടി ഇതിലേക്ക് കൊളാബറേറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ ഒരു ഓഡിയോ വിഷ്വൽ മീഡിയ ആണ്, അപ്പൊ അതിന് ടെക്നോളജി കൂടി. കാരണം നമ്മൾ സ്ക്രീൻ റീഡിങ് നമ്മുടെ വ്യൂവിംഗ് പ്രോസസ് ആണ്. അപ്പൊ ഇത് കൂടിയാണ്. ഇപ്പം ഏറ്റവും അവസാനം വിക്രമിന് ശേഷമുള്ള ഫഹദിന്റെ പടം ഷേർലക്കാണ്. നിങ്ങൾ തന്നെയാണ് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നത്. ഈ മഹേഷിനെ ഇത്രയധികം റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ അല്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. മഹേഷ് എന്നെ എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്ന ചോദിക്കുന്നത്. ആക്ച്വലി മഹേഷിനോട് സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണല്ലോ. അല്ല, ഇതെന്താ അറിയോ, പെട്ടെന്ന് നടക്കും. ഇപ്പൊ മഹേഷ് പറയുന്നത് എനിക്ക് മനസ്സിലാവും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന മഹേഷിനും ഒരു ക്ലാരിറ്റി, തോട്ട് ടു സിനിമ ഈസിയാണ്, പെട്ടെന്ന് ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇപ്പം MTയുടെ ഷെർലോക്ക് ചെയ്യുമ്പോഴും ഞങ്ങള് എന്നോട് വന്നിങ്ങനെ പറഞ്ഞിങ്ങനെ MTയുടെ ഷെർലോക്ക് വായിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ എനിക്കൊരു അതിന്റെ ഒരു PDF അയച്ചത്, ഞാനത് വായിച്ച് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ MTയെ പോയി കണ്ടു. അപ്പൊ MTയെ പോയി കണ്ടപ്പോൾ യാത്രയിൽ ഞങ്ങൾക്ക് ചെറിയൊരു ഇംപ്രവൈസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈലറിന്റെ ഒരു സാധനം ഇങ്ങനെ തോന്നി. അപ്പൊ യാത്രയിൽ ഞാൻ മച്ചനെ ഇതൊന്ന് പറഞ്ഞു നോക്കി, ചിലപ്പോൾ പുള്ളിക്ക് ചിലപ്പോ ഞാൻ പറയില്ല, മഹേഷ് പറഞ്ഞല്ല, നമുക്ക് സൂചിപ്പിച്ച് നോക്കാമല്ലോ. ഞങ്ങൾ MT സാറിന്റെ വീട്ടിലെത്തി. MT സാറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം മഹേഷ് പെട്ടെന്ന്, ഞാൻ പറഞ്ഞു, മഹേഷ് പറഞ്ഞു ഫഹദ് പറയുന്നു. MT സാറിനോട് ഈ കറക്ഷൻ പറഞ്ഞു. അപ്പൊ MT സാർ അവിടെ ഇരുന്നിട്ട് ഈ ഫുൾ കഥ പറഞ്ഞു തന്നെ. എനിക്ക് ഈ ഫുൾ കഥ MT സാർ എനിക്ക് പറഞ്ഞു. അതെനിക്കൊരു ഭയങ്കര ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ എനിക്ക് ഷെർലോക്കിന്റെ ഫുൾ കഥ MT സാറ് ഷെർലോക്ക് എഴുതിയ ഒരു പശ്ചാത്തലം എല്ലാം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു, അവസാനത്തെ ചേഞ്ച് കൺവിൻസിങ് ആണ്, അപ്പം യു ക്യാൻ ഗോ ഹെഡ് എന്ന് പറഞ്ഞു. അത്
ഞങ്ങൾക്കത് ഭയങ്കര വീണ്ടും പ്രോസസ് ആയിട്ട് മാറുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ചേഞ്ച് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. എനിക്ക് ആ ബുക്ക് വായിച്ചു കഴിഞ്ഞ് ആദ്യം തോന്നിയ, നോവൽ വായിച്ചു കഴിയുമ്പോഴേക്കും ആദ്യം തോന്നിയ ആ അങ്ങനെ ഒരു എൻഡിങ്ങിലേക്ക് അത് തന്നെയാണ് അതിന്റെ എൻഡിങ്. പക്ഷെ അത് കുറച്ചുകൂടെ സിംബോളിക് ആയിട്ട് എത്തുന്ന ഒരു പരിപാടിയിലേക്ക് രസമായിരിക്കും എനിക്ക് തോന്നി. അപ്പൊ തന്നെ ഞാൻ മഹേഷിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒരു സിംബോളിക് സാധനത്തിലേക്ക് എത്തിയ രസമായിരിക്കും. മഹേഷിനും അത് കണക്ട് ചെയ്ത് പെടണം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ രണ്ടും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് MT സാറിനും അത് ഭയങ്കര രസമായിട്ട് തോന്നുകയും ഷൂട്ടും നല്ല രസമായിരുന്നു. ഞങ്ങൾ കാനഡയിൽ പോയി 10 ദിവസം. ഞാൻ എനിക്കങ്ങനെ ഞാൻ പൂച്ചയെ വളർത്തിയിട്ടൊന്നുമില്ല. എനിക്ക് ഡോഗ്സ് ആയിട്ട് ഞാൻ പൂച്ചയുടെ അങ്ങനെ ഫാമിലി എന്ന് പറയുന്നത്. പക്ഷേ ഈ ട്രെയിൻഡ് പൂച്ചയായിട്ടാണ് എന്റെ ആദ്യത്തെ ഭയങ്കര രസമായിരുന്നു. 2 പൂച്ചയായിട്ടായിരുന്നു. ഒരു ഷോട്ട് 4-5 ഡേക്കൊക്കെ പോയവരപ്പോ പൂച്ചയെ മാറ്റും. പൂച്ച സ്ട്രെസ് ചെയ്യത്തില്ല. നല്ല രസമായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറ്റ് വാസ് എൻറ്റയർലി കനേഡിയൻ ക്രൂ. അങ്ങനെ ഭയങ്കര രസമായിരുന്നു. ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് ഇപ്പോ 2002 ആദ്യത്തെ പടം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കരിയറിൽ 20ാമത്തെ വർഷമാണ്. നമ്മൾ മൂവി ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്നിട്ട് 20ാമത്തെ വർഷമാണ്. ഇർഫാൻ ഖാൻ മരിച്ച സമയത്ത് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ളൊരു കുറിപ്പ് വന്നത് ഫഹദിന്റെ ആയിരുന്നു. അതിൽ തന്നെ ഒരു പാകിസ്ഥാനി ഗ്രോസറി ഷോപ്പിൽ പോയിട്ട് DVD കളക്ഷൻ എടുത്തിട്ട് ഇക്ബാൽ എന്ന് പറഞ്ഞ ആളിലൂടെ ഫസ്റ്റ് ഫിലിം കാണുന്നതും അവിടെ തുടങ്ങുന്ന ഒരു ജേർണി പറയുന്നത്. അത് എൻഡ് ചെയ്യുന്ന തന്നെ ഫഹദ് എൻഡ് ചെയ്യുന്ന സമയത്ത് ഈ യാത്ര ഇവിടെ വരെ എത്തിയതിന് ഏറ്റവും കടപ്പാടുള്ള ആക്ടർ മനുഷ്യൻ എന്നുള്ളില്ല. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് എല്ലാ അർത്ഥത്തിലും മലയാളത്തിൽ നിന്നുള്ള ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ള രീതിയിലേക്ക് ഫഹദ് ഫാസിൽ റിസീവ് ചെയ്യുന്നുണ്ട് ഈ സംഗതി. ഇർഫാൻ ഖാൻ എന്ന് പറയുന്ന ഒരാള് അത്രമേൽ ഇൻഫ്ലുവൻസിങ് ആയിട്ട് എല്ലാ കാലത്തും കൂടി ഉണ്ടായിരുന്ന ആക്ടറാണോ? ഇപ്പം ഇർഫാൻ സാറിന്റെ എല്ലാ പടങ്ങളും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എനിക്ക് പുള്ളി അഭിനയിച്ച ചില പടങ്ങൾ മോശമായിട്ട് തോന്നിയിട്ടുണ്ട്, കുറെ കൂടെ നന്നാമെന്ന് തോന്നിയിട്ടുണ്ട്, മിക്ക പടങ്ങളും ഗംഭീരമാണെന്നാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ എനിക്ക് പുള്ളിയുടെ പ്രോസസ് ആണ്, അതായത് ഈ ക്യാമറ ഇഗ്നോർ ചെയ്ത് പെർഫോം ചെയ്യാന്ന് പറയത്തില്ലേ, അതത്ര എവിഡന്റ് ആയിട്ട് വേറെ പല സ്റ്റാർസും ഓരോരുത്തർക്കും ഓരോ മെത്തേഡാണല്ലോ. എനിക്ക് ഈ ഇദ്ദേഹത്തിന്റെ മെത്തേഡ് ഭയങ്കര ഓർഗാനിക് ആയിട്ട് തോന്നി. അതായത് ലെൻസിങ് അല്ല പുള്ളിയുടെ, ഇത് ബോഡിയിലാ സാധനം, അത് ഏത് ലെൻസ് ഇട്ടാലും ഉണ്ടത്. അപ്പൊ എനിക്ക് ആ മെത്തേഡ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. ഇപ്പം മനീഷ് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആക്ടേഴ്സ്, ഇപ്പം ക്യാമറയുടെ ഫ്രണ്ടിൽ ബിഹേവ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യം. ഇപ്പൊ എല്ലാവരും തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും അവരുടെ കൺവീനിയൻസിനും അവരുടെ അറിവിനും യൂസ് ചെയ്യുമ്പോഴാണ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് ഇദ്ദേഹത്തിന്റെ മെത്തേഡ് ഭയങ്കര ഇന്നും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നൊരു മെത്തേഡായിട്ട്, ടൈംലെസ് മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് ദിലീപ് കുമാർ സാറിന്റെ പഴയ പടങ്ങൾ കാണുമ്പോൾ ഇത് പുള്ളി കഴിഞ്ഞ ആഴ്ച ഷൂട്ട് ചെയ്താണോ എന്ന് തോന്നും. ഒരു ഏത് സമയത്തും പുള്ളിയുടെ റിയാക്ഷൻസും ഹെയർ സ്റ്റൈലും ഡ്രസ്സും ഒക്കെ എന്നാണ്. അത് ഒരിക്കലും ഇപ്പൊ എനിക്കിപ്പം ഞാൻ നോർത്ത് 24 കാലം കാണുമ്പോൾ എന്റെ ഡ്രസ്സിംഗ് ഒക്കെ ഭയങ്കര പഴയതുപോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് ഒരു ആക്ടർ അതും അതിജീവിക്കണമെന്ന് തോന്നുന്നു. ടൈംലെസ് ആയിട്ട് പെർഫോം ചെയ്യാനും അല്ലെങ്കിൽ ടൈംലെസ് ആയിട്ട് സിനിമയെ പ്രസന്റ് ചെയ്യാനും പറ്റണമെന്ന് തോന്നുന്നു. അതാണ് എനിക്ക് ഇർഫാൻ സാറിന്റെ മിക്ക പടങ്ങളിലും, ഇപ്പം പീക്കോ ആണെങ്കിലും ലഞ്ച് ബോക്സ് ആണെങ്കിലും ഇതൊക്കെ ടൈംലെസ് ആണ്. പെർഫോമൻസ് ടൈംലെസ് ആണ്. ഇത് ഏത് കാലത്തെ അഭിനയ രീതിയാണ് അങ്ങനെയൊന്നും പറയാൻ മാത്രമില്ല അല്ലെ. അത് എപ്പോ ഉണ്ടെന്ന് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടു ആൻ എക്സ്റ്റെന്റ്. സത്യൻ മാഷിനെ പറ്റി ഇപ്പോഴും ആൾക്കാർ പറയുന്നതാണ് ഭയങ്കര സട്ടിലിറ്റി. പക്ഷെ ഈ ഡീറ്റെയിലിംഗ് ഉണ്ട്, സട്ടിലിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഇന്ന് നടക്കുന്നത്. അന്ന് കുറെ കൂടെ ഡീറ്റെയിലിംഗ് ആയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഏമ്പക്കം വിടുക, അങ്ങനെയുള്ള കുറെ ഡീറ്റെയിലിംഗ്. ചെമ്മീന്റെ സമയത്തൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഇന്നിപ്പം അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് ഇല്ലാതെ കുറെ കൂടെ സട്ടിലാണ്. പക്ഷെ എല്ലാരും ആക്ടേഴ്സ് ആയിരുന്നു, ടെക്നീഷ്യൻസ് ആണ് വേണ്ടത്. ഈ ഇതിൽ തന്നെ നമ്മുടെ ഇപ്പൊ വിക്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈ അതിന്റെ ഒരുപാട് സിനിമകൾ ഒന്നിച്ചെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതിലിപ്പം ഇപ്പം എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇപ്പം അഭിനയിക്കുന്ന കണ്ണുകൾ എന്നുള്ളത്. അപ്പൊ എനിക്ക് പിന്നെ വിക്രത്തിലാണെങ്കിലും മറ്റു സിനിമകൾ നോക്കുമ്പോൾ ഈ നടത്തത്തിന്റെ രീതികളിൽ പലതരം ചേഞ്ചസ് കൊണ്ടുവരുമല്ലോ. ഇപ്പം നമ്മളൊരു ഫുൾ ഫിഗറിൽ ഒരു ആക്ടറിനെ ക്യാമറയ്ക്ക് മുന്നിൽ കാണുമ്പോൾ ഇങ്ങനെ ഫഹദനെ പറഞ്ഞു, അന്നേ റസൂലിൽ അഭിനയിക്കുന്ന സമയത്താണ് ഏത് ലെൻസിന് വേണ്ടി, ഏത് ഫ്രെയിമിന് വേണ്ടി, ഏത് ആംഗിളിന് വേണ്ടി എന്നുള്ള കൺസേൺ ഇല്ലാതെ ചുറ്റും ക്യാമറയെ ഇല്ലെന്ന് കരുതിയിട്ട് അഭിനയത്തിന്റെ വേറൊരു തലത്തിലേക്ക് ആലോചന തുടങ്ങിയാണ്.
ഇപ്പോഴാണെങ്കിലും ഇപ്പം അമർ നടന്നു വരുന്ന രീതിയുണ്ട്. അമർ ഒരു സ്റ്റൈലൈസ്ഡ് വാക്കാണ്, ഒരു മിലിറ്റന്റ് അല്ലെങ്കിൽ ഒരു ഏജന്റിന്റെ ടീം ലീഡ് ചെയ്യുന്ന പോലത്തെ ഒരു നടത്തമാണ് അതിലുള്ളത്. അപ്പൊ ജോജിയിൽ നടത്താറ്, ജോജിയിൽ എവിടെയൊക്കെയോ ഒരു അയാളുടെ എല്ലാതരം കൗശലവും കുറുക്കട്ട സംഗതിയൊക്കെ ആയിട്ടുള്ള ഇപ്പൊ നടത്തം അതടക്കമുള്ള രീതികളെ അത് ഏതെങ്കിലും തരത്തിൽ ഒരു നമുക്ക് ഒരു സ്റ്റേജിങ് ഉണ്ടാവുമല്ലോ, ഒരു ചിട്ടപ്പെടുത്തൽ. ഇപ്പം നമ്മള് രാവിലെ ഇപ്പൊ ഇങ്ങോട്ട് വന്നതുപോലെ വണ്ടിയിൽ നിന്ന് നേരെ വന്ന് ഇറങ്ങുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ അത് എങ്ങനെയാ നമുക്ക് മേക്കപ്പ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ്യൂം സെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഈ ക്യാരക്ടറിലേക്കുള്ള ബോഡിയിലേക്ക് കയറുന്ന ആ പ്രോസസ്സ്, അതിന്റെ ഒരു സ്റ്റേജിങ്, അതൊക്കെ എങ്ങനെയാ ഇത് ചെയ്യുന്നത്? കൂടുതലും ഈ റൈറ്ററും ഡയറക്ടറായിട്ടുള്ള ഇന്ററാക്ഷനിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പൊ പോത്തനെ ഷാമായിട്ട് സംസാരിക്കുമ്പോൾ ഇവൻ ചിലപ്പോൾ നടക്കുമ്പോൾ ഈ ഇലയിൽ ഇങ്ങനെ തട്ടും, അങ്ങനത്തെ ഒരുത്തനായിരിക്കും. അപ്പൊ ആ ഇലയെ തട്ടാൻ വേണ്ടി നമ്മൾ എങ്ങനെ നടക്കുമോ അതായിരിക്കും ചിലപ്പം നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ്. അതൊരു ഫസ്റ്റ് ഡേ ഒന്നും നടക്കുന്ന കാര്യമല്ല. അതൊരു നമ്മള് ഷൂട്ട് ചെയ്ത് ഓരോ സീൻ ക്രാക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നടത്തോ എടുത്തോ ഒക്കെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പം അത് പലപ്പോഴും ഒരു എന്താ പറയുന്നത് ഷൂട്ട് ചെയ്യുന്ന രീതിയൊക്കെയാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ഈ റൈറ്ററിന്റെയും ഡയറക്ടറിന്റെയും കോൺട്രിബ്യൂഷൻസ്. വിക്രമില് ലൊക്കേഷൻ അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ നടന്നിരിക്കുന്ന ലൊക്കേഷൻ നടക്കുന്ന പോലെ. കാരണം ലൊക്കേഷൻ ഒരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പോകും, തിരിച്ച് നടന്ന് മോണിറ്ററിലേക്ക് പോകും. ഭയങ്കര സ്പീഡാണ്. അത് ഷൂട്ട് ചെയ്യുമ്പോഴേ ഉള്ളൂ. അല്ലാതെ വൈകിട്ട് മുറിയിലൊക്കെ വന്നിരിക്കുമ്പോ തമാശയൊക്കെ പറഞ്ഞിരിക്കുമ്പോ അങ്ങനെ. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോ അത് പ്രത്യേകിച്ച് നമുക്ക് സീൻ പറഞ്ഞുതരും. അതേ ലൊക്കേഷൻ സേതുവിന് സീൻ പറഞ്ഞു കൊടുക്കുമ്പോ ഇങ്ങനെ ഭയങ്കര ലൂസ് ആയിട്ടൊക്കെ നമുക്ക് കൈയൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചൊക്കെ പറയുന്നതാണ്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു വളരെ ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അയാളുണ്ട് അമർ. പലപ്പോഴും ഞാൻ അപ്പം ലൊക്കേഷനോട് ചോദിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാല്ലേ, ഇങ്ങനെ നടക്കാല്ലേ, അയ്യോ സാർ പണുക സാർ പണുക. അത് എപ്പോഴും എന്റെ കാര്യത്തിൽ അത് ഞാൻ ഭയങ്കര ഡിപ്പെൻഡ് ചെയ്യുന്ന ആളാണ്, ഡയറക്ടറിനെയും DOPയെയും റൈറ്ററിനെയും എല്ലാം. എനിക്കതൊരു കമ്പൈൻഡ് എഫേർട്ട് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതൊന്നും ഞാൻ എവിഡന്റ്ലി ഇന്ന് ഈ പടത്തിൽ ഇങ്ങനെ നടക്കാം എന്ന് പറഞ്ഞൊന്നും ഞാൻ ഒരിക്കലും പോയിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കരുത്, ഇതൊന്നും എവിഡന്റ് ആയി വരുന്നത്. പക്ഷെ ഇത് പിന്നീട് ഒരു തിയറി ആകുമ്പോ പെർഫോമൻസിനെ ഇത് ചെയ്യുന്ന സമയത്ത്, നാളെ ഇതൊരു ആക്ടിങ് റിലേറ്റ് ചെയ്ത് എസ്സേ തയ്യാറാക്കുന്ന സമയത്ത് ഇപ്പം കണ്ണുകൾ എന്ന് പറഞ്ഞ പോലെ നടത്തം അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സ് മാറുമല്ലോ. കാരണം ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഡയലോഗ് എടുത്ത് പറയുകയാണെങ്കിൽ കാർബണിന്റെ പിന്നെ ലൈഫ്, ആ ജീവിതം എന്ന് പറയുന്ന ആ സീനാണെങ്കിലും, ഇപ്പം പിന്നെ പോപ്പിയോട് പറയുന്ന ജോജിയിലെ സീന്, അങ്ങനെ കുറെ സീൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഡയലോഗ് ഡെലിവറി തന്നെ വേറെ രീതിയിലാണ്. ഒരു നോർമൽ സംസാരിക്കുന്ന പോലെയല്ല, ശബ്ദം മാറുന്നുണ്ട്, ചിലപ്പോൾ ഒരു ഷിവർ ചെയ്യുന്ന സൗണ്ട് ആവുന്നുണ്ട്, ആ സൗണ്ടിലൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടല്ലോ. ഇത് സിംഗ് സൗണ്ട് ചെയ്യുന്ന സിനിമ ഉണ്ടാവാം, ചിലപ്പോൾ അത് പോസ്റ്റ് ഡബിങ്ങിൽ വരുന്നതായിരിക്കാം. അതിൽ വേറെ ഏതെങ്കിലും തരത്തിലൊരു ഡീറ്റെയിലിങ്ങിന് വേറെ എന്തെങ്കിലും സൂക്ഷ്മത ഉറപ്പായും ഒരു ഡയറക്ടോറിയൽ അവിടെ നിന്ന് ടീമിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അതിനപ്പുറത്ത് ആസ് ആൻ ആക്ടർ എടുക്കുന്ന ഒരു എഫേർട്ട് കൂടി ഉണ്ടല്ലോ അവിടെ. ഇപ്പം നമ്മൾ ഒരു ഷൂട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഡിസൈഡ് ചെയ്യും ഇത് സിംഗ് സൗണ്ട് ആണോ പോസ്റ്റലാണോ ചെയ്യുന്നത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യും. അപ്പം പലപ്പോഴും അത് ഡയറക്ടറിന്റെ കോളാണ്. ഇപ്പം ജോജി പോത്തം എന്ന് പറഞ്ഞ് സിങ്ക് ചെയ്യണം, അതങ്ങനെയാണ് ഞാൻ കാണുന്നത്, സിങ്ക് ചെയ്യണം. വിക്രം സിങ്ക് അല്ല. അപ്പം ഈ സിങ്ക് ചെയ്യുമ്പം നമ്മൾ ആ ക്യാപ്ചർ ചെയ്യുന്ന മൊമെന്റിൽ നമുക്ക് അറിയാമല്ലോ, നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട് എന്നുള്ളത്. വിക്രമിൽ ആക്ച്വലി അത് വേറൊരു ഹെൽപ്പിംഗ് പ്രോസസ്, വേറൊരു പ്രോസസ് ആയിട്ട് കിട്ടുകയാണ്. എനിക്കുണ്ടായ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യാം. ഡബിങ്ങിലേക്ക് ഒരുപാട് മിസ്റ്റേക്സ് വരെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെ. അപ്പം ഇത് ഞാനെപ്പോഴും ഇത് ഷൂട്ട് ചെയ്യുന്ന ടൈമിലാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഇത് സിങ്ക് ആണോ അതോ നമ്മൾ ഡബ് ചെയ്യാണോ. അപ്പൊ അതിൽ ക്ലാരിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അങ്ങനെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഞാൻ കംഫർട്ടബിൾ സിങ്കിലാണ്. പക്ഷെ പുഷ്പ ആക്ച്വലി സിങ്കിൽ ചെയ്തിട്ട് പിന്നെയും ഡബ് ചെയ്യണം വന്നു. അത്രയും ക്രൗഡ് ഉണ്ടല്ലോ. സിംഗ് സൗണ്ട് ആയിരുന്നു പടം. റസൂൽ പൂക്കുറ്റിയാണ്. റസൂൽ സാറ് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കത് ചെയ്യണം. എന്നുവെച്ചാൽ 2000 പേരൊക്കെ സെറ്റിൽ ഉണ്ട്. ഈ 2000 പേരെ വെച്ച് സൗണ്ട് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ഓരോരുത്തരുടെ കോളാണ്. അപ്പം ആസ് എൻ ആക്ടർ ആ ഡയറക്ടർ എടുക്കുന്ന ആ കോൾ റെസ്പെക്ട് ചെയ്ത് ഞാൻ അതിൽ യൂസ്ഡ് ആകുക എന്നുള്ളതാണ്. ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന സിംഗ് സൗണ്ട് ആണ്. ഈ വിക്രമാണെങ്കിലും വിക്രമിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മൊമെന്റ് ആണ് അമർ ഇയാൾ പിന്നെ എക്സ്പോസ് ചെയ്യുന്ന മൊമെന്റ്. അമർ പിന്നെ ഫസ്റ്റ് ഡേ ഷൂട്ട് കമൽ സാറിനോട് വെച്ചിടുന്നത് അല്ലെ. ഞാൻ ഫസ്റ്റ് ഡേ എന്നിട്ട്
ഞാൻ രാവിലെ പോയി ഹോട്ടലിലെത്തി, ഇന്ന് രാത്രിയാണ് ഷൂട്ട്. ലോകേഷ് ഉച്ചയ്ക്ക് റൂമിൽ വന്ന് വിശേഷം പറഞ്ഞ് ലഞ്ചൊക്കെ ഓർഡർ ചെയ്ത് എന്തായിരുന്നു ഷൂട്ട് ചെയ്യാൻ? ഒന്നുമില്ല സാർ, നിങ്ങൾ മറ്റേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞ് കമൽ സാറായിട്ടുള്ള സീനാന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ലോകേഷിനെ കമൽ സാർ വിളിച്ച്, അപ്പോ ലോകേഷ് പറഞ്ഞ് ഇങ്ങനെ ഫാദർ സാർ ഇങ്ങനെ പറയുന്നത് അതേതാന്നൊക്കെ പറഞ്ഞു, വരാൻ പറഞ്ഞു. ഞാൻ ലോകേഷും കമൽ സാർ അടുത്ത് പോയി. അന്ന് ഷൂട്ട് ചെയ്തില്ല. അന്ന് ഞാൻ ലോകേഷും കമൽ സാർ ഇങ്ങനെ രാത്രി ഒരു സംസാരിച്ചോണ്ടിരുന്നു. നെക്സ്റ്റ് ഡേ ഇവന്റ് ഷോട്ട്. പക്ഷെ അന്ന് രാത്രി ഇരുന്ന് സംസാരിച്ചപ്പം ആ സീനൊക്കെ ഞങ്ങളൊന്ന് ഭയങ്കരമായിട്ട് രസമായിട്ട് ചർച്ച ചെയ്ത് പോയി. അതുകൊണ്ടായിരിക്കാം അത് ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര രസകരമായി വന്നത്. അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അത് കാരണം വെച്ചാല് ഞാൻ ആ സിനിമയിൽ ആ സീൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു കമൽ സാറിന്റെ ഒരു പടത്തിലേക്കാണ് വിളിക്കുന്നത്, കമൽ സാറിനൊപ്പമാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് ആണുള്ളത് പെർഫോമർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഈ സിനിമ നോക്കിയാൽ അമറിലൂടെയാണ് വിക്രം ആരാണെന്ന് റിവീൽ ചെയ്ത് വരുന്നത്. ആ മൊമെന്റിലാണെങ്കിലും എല്ലാവർക്കും മുന്നിലേക്ക് എക്സ്പോസ് ചെയ്യുന്നതിന് തൊട്ടും പറഞ്ഞു ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയല്ല കാണിക്കേണ്ടതെന്ന് പറയുന്നത്. അതിന്റെ അടുത്ത മൊമെന്റിൽ ആ സിനിമയുടെ ഏറ്റവും പോയിന്റിലുള്ള വൺസ് അപ്പോൺ എ ടൈം ഇവിടെ ഗോസ്റ്റ് എന്ന് പറഞ്ഞ ശബ്ദം, എനിക്ക് ആ ഒരു സൗണ്ട് വേരിയേഷനിലാണ് ആ ക്യാരക്ടറിന്റെ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സംഗതി വരുന്നത്. പിന്നെ അതിന്റെ എൻഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും പിന്നെ എനിക്ക് നിങ്ങളുടെ പിന്നെ വർക്ക് ഇഷ്ടമാണെന്ന് പറയുന്നത് അല്ലെ, ഐ ലവ് യുവർ വർക്ക് എന്ന് പറയുന്ന ഫാൻ ഓഫ് യുവർ വർക്ക് എന്ന് പറയുന്നിടത്ത് എനിക്ക് തോന്നുന്നു ഒരേ സമയം തന്നെ ഒരു മെറ്റഫർ പോലെ കമൽ സാറിനോട് ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു ഫഹദ് ഫാസിലും അമറും ഒരേ നിലയ്ക്ക് വരുന്നത് പോലെയായിട്ട് ക്യാരക്ടർ. എനിക്ക് കണ്ണുകളിലൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ഒരു റെസ്പെക്റ്റും ട്രിബ്യൂട്ടൊക്കെ ഉള്ള രീതിയിൽ പോകുന്നുണ്ട്. ലോകേഷ് അത് ഈ സീൻ പറഞ്ഞിട്ട് ഉടനെ ലോകേഷ് പറഞ്ഞു ട്രിബ്യൂട്ട് കമൽ സാർ. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ എന്നോട് പറഞ്ഞു, ഈ സീൻ പറഞ്ഞ ഉടനെ ഞാൻ ഭയങ്കര കണക്റ്റഡ് ആയി. അത് റിയാലിറ്റി ആണത്. മനീഷ ഇത് അവിടെ നിൽക്കുമ്പോ പുള്ളി കാരവൻ ഇറങ്ങി വരുന്ന തൊട്ട് ഇങ്ങനെ നമ്മൾ നോക്കി നിൽക്കും എന്തൊക്കെയാ ചെയ്യുന്നത്. ഭയങ്കര രസമാണ്. അതായത് ഓരോ ആൾക്കാരെയും അഡ്രസ് ചെയ്യുന്നതും ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്ന അറ്റൻഷനും എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കര പെർഫോമേഴ്സ് എങ്ങനെയുള്ളവരും ആവാം. ചിലർ പേഴ്സണലി അരഗന്റ് ആയിരിക്കും, ചിലർ പേഴ്സണലി പുറത്ത് ഭയങ്കര പ്ലസന്റും, അങ്ങനെ പല രീതിയിലും ആവാം. ഇത് പക്ഷെ എല്ലായിടത്തും ഒരുപോലെ, കാരവന്റെ അകത്തും ഒരുപോലെ പുറത്തും അതുപോലെ, അങ്ങനെ ഡിഫറൻസിയേഷൻ ഇല്ല, എല്ലാവരോടും ഒരുപോലെ. അത് എന്നെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു ഹ്യൂമൻ ബീങ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ എനിക്ക് കമൽ സാർ അത്രയും വൈ ഹി സോ ക്ലോസ് ടു മീ ഇസ് ബിക്കോസ് ഒരു രീതിയിലുള്ള എന്താ പറയാ ഫാബ്രിക്കേഷൻസോ ഒന്നുമില്ല, ഓണസ്റ്റിയാണ് എല്ലാത്തിലും. അതാ പുള്ളി തരുന്ന സ്നേഹത്തിലും ഉണ്ട്. എനിക്കൊന്ന് നമ്മൾ ഈ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് കമൽ സാർ ട്വീറ്റ് ചെയ്തതിൽ പോലും ചില പുള്ളിയാണ് മലയാളത്തിൽ ഒരു ട്വിറ്ററിൽ ഒരു വരി എഴുതുന്നതിനാണ് ഫാസിലിന്റെ കുഞ്ഞ് എന്റെയാണെന്ന്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാൻ ഓഫ് യുവർ വർക്ക് എന്ന് പറയുന്നത് എന്നോടും മഹേഷിനോടും മലയാളം സംസാരിക്കുള്ളൂ. ഞങ്ങൾ എന്തൊക്കെ എനിക്കറിയാവുന്ന തമിഴിലും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചാലും പുള്ളി മലയാളത്തിലെ റിപ്ലൈ ചെയ്യുള്ളൂ. അതും നമുക്ക് മനസ്സിലാവും. ഒരു വിക്രമിന്റെ കഥ ഫോണിൽ എന്നോട് ഫുൾ മലയാളത്തിൽ ഒരു പ്രാവശ്യം പറഞ്ഞാണ്. അപ്പൊ അതേപോലെ തന്നെ തെലുങ്കിലും പുള്ളി ഫോണിൽ സംസാരിക്കുന്നത് കേൾക്കാം, കന്നഡയിലും സംസാരിക്കുന്നത് കേൾക്കാം. ഒരു എക്സ്പീരിയൻസ് അത്. അപ്പൊ ഞാനത് കൂടുതൽ പറയാതെ എനിക്ക് ഇനി അറിയാം ഞങ്ങൾ ഇനി ഒരുമിച്ച് പടങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഒരുപാട് ഇത് ചെയ്യാത്തത്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ് ടു ലോട്ട് ഓഫ് ഫിലിംസ്. അത് ഇല്ല, കമൽഹാസൻ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്കെല്ലാം മനസ്സിലുള്ളത് ഒരുപക്ഷെ അതായത് ആയുഷ്കാലത്തെ സമ്പാദ്യം അത്രയും ജീവിതം അപ്പാടെ സിനിമയ്ക്ക് ഒരു ഇഷ്ടദാനം കൊടുത്തൊരു മറ്റൊരു ആക്ടറിനെ നമുക്ക് പെട്ടെന്ന് പറയാനില്ല. അതുപോലെ ഒരാളുടെ എല്ലാ വിധത്തിലുള്ള എന്താ പറയുക സർവ്വ പ്രതാപങ്ങളുള്ളൊരു കംബാക്ക് ആണ്. ഇപ്പൊ വിക്രമിന്റെ ഘട്ടത്തിലോ ഇപ്പൊ ഞാൻ വലിയൊരു നിങ്ങൾ വളരെ ക്ലോസ് ആയി നിൽക്കുന്ന ഒരു ഘട്ടത്തിലൊക്കെ ഇത് ഇന്ത്യൻ സിനിമയിൽ ഇത്ര വലിയൊരു ഹ്യൂജ് സക്സസും സെലിബ്രേഷനും ആസ് എൻ ആക്ടർ, സ്റ്റാർ, കമേഴ്സ്യൽ ഇതെല്ലാം എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ഇതിൻ ഘട്ടത്തില്? എനിക്ക് കമൽ സാറിന്റെ ഫാൻസ് ഈ പടം ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു. ഞാൻ ഈ പടം ഫുൾ എഡിറ്റ് ആയിട്ട് കാണുന്നത് ഞാൻ ഡബ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ലോകേഷ് എഴുസാനെ വിളിച്ചിട്ടുണ്ട്, സാർ ഫുൾ പടം കാണാൻ. അപ്പൊ അനിയുടെ വർക്ക് തുടങ്ങിയിട്ടില്ല. അപ്പൊ മ്യൂസിക് ഇല്ലാതെ ഞാൻ പടം കാണുന്നത്. കുറച്ചും കൂടെ ലെങ്ത് ചെയ്യാ. ഇപ്പൊ ഉള്ളതിനേക്കാൾ ഒരു 10 മിനിറ്റ് കണ്ട് കൂടുതലോ. ഇപ്പൊ ഞാനും ലോകേഷും കൂടെ എഡിറ്റ് സൂട്ടിൽ പോയിട്ടാണ് ഈ പടം കാണുന്നത്. എനിക്ക് ഈ പടം ആ എഡിറ്റ് സൂട്ടിൽ തന്ന ഹൈ
എനിക്കറിയാം എന്ന് വെച്ചാൽ ഞാനാണ് വിത്തൗട്ട് മ്യൂസിക് ഒരു ഹൈ സിനിമ തന്നെ. അത് ഞാൻ ലോകേഷിന് പടം കണ്ടു കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇറ്റ്സ് അബ്സല്യൂട്ട്ലി എ ട്രിബ്യൂട്ട് ടു കമൽ സാർ. കമൽ സാറിന്റെ എല്ലാ ഫാൻസും എൻജോയ് ചെയ്യും. കാരണം കമൽ സാർ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ഇത്ര വർഷങ്ങളായിട്ട്. അപ്പൊ അത് തന്നെ അതിൽ വളരെ ക്ലിയർ ആയിരുന്നു. ഇത് കമൽ സാറിന്റെ ഫാൻസിന് വേണ്ടി ടൈലർ മെയ്ഡ് ഫിലിമാണ്. ബാക്കിയുള്ള എല്ലാ ഫാക്ടേഴ്സും കമൽ സാറിന്റെ ഓറ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രമാണ്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിരുന്നു. അത് തമിഴ്നാട്ടില് ഏറ്റവും കുറഞ്ഞ ഡയലോഗ് ഉള്ളതും കമൽ സാറിന്റെ ഫഹദ് പറഞ്ഞതിന് പകുതി അല്ലേ? ഏറ്റവും കുറഞ്ഞ മനുഷ്യൻ ഞാൻ മെയിനിൽ ഡബ് ചെയ്യാൻ വേണ്ടി കയറി. ഞാൻ ഇടയ്ക്ക് എല്ലാ 1 hour ഞാൻ പുറത്തേക്ക് വരുന്നു ചായ കുടിക്കാൻ വേണ്ടി. ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ലോകേഷ് ഓടി വന്നു കമൽ സാർ താഴെ ഡബ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ കണ്ട് ലഞ്ചിന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡബിനും ലഞ്ച് ബ്രേക്കിന് താഴെ പോയി കമൽ സാറായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് വൈകിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വെള്ളിലേക്ക് വന്ന് ഞാൻ ഡബ് ചെയ്തോണ്ടിരിക്കുക. ഒരു 6 മണിയായപ്പോഴത്തേക്കും ലോകേഷ് കമൽ സാർ ഡബിങ് കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ താഴെ വന്ന് കമൽ സാർ ഡബിങ് കഴിഞ്ഞ് പോവാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സാർ അപ്പം നാളെ അല്ല എനിക്കിനി ഇവിടെ കാര്യമൊന്നുമില്ല. അതായത് ആ സമയം കൊണ്ട് തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഇത്രയും ഡബ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ തമിഴ് ഒരു റീല് പോലും തീർന്നിട്ടില്ല. അത് ആ എഞ്ചിനീയേഴ്സ് ഒക്കെ പറഞ്ഞു കേൾക്കണം. ഇങ്ങനെ കേറിയിട്ട് ഇതെന്താ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് നമ്മൾ റിവ്യൂ ചെയ്തിട്ടാണല്ലോ നമ്മൾ. അതൊന്നുമില്ല. സീൻ തുടങ്ങുമ്പോൾ തന്നെ ഡബ് തുടങ്ങും. അയ്യോ പ്രോസസ്സാ. ഈ 2 പടത്തിലാണെങ്കിൽ ഇപ്പൊ വിക്രം, പുഷ്പ അറിയാം ഈ കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഹ്യൂജ് സക്സസ് ഉള്ള സിനിമ. ഈ 2 സിനിമ വരുന്ന സമയത്ത് മലയാളം അല്ല ഇപ്പം എനിക്കൊന്ന് പുഷ്പയുടെ ടീസർ മുതൽ ട്രെയിലർ മുതൽ മറ്റേ പാട്ടിയിൽ ഏതോ പുഷ്പ എന്ന് പറയുന്നത് അത് എനിക്കൊന്ന് ഈ അടുത്ത് ആരോ നസ്രിയെ കൊണ്ട് തെലുങ്ക് പ്രൊമോഷൻ സമയത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് വലിയ സെലിബ്രേഷൻ ആയിട്ടുള്ള സാധനമാണ്. ഈ പിന്നെ വിക്രത്തിനെ നോക്കി അറിയാം, വിക്രത്തിന്റെ എല്ലാം 5 ലൈനറിൽ വരുന്നത് അമറിലൂടെയാണ്. ഇത് തമിഴിലാണ്. അമറിന്റെ കാര്യത്തിൽ നമുക്കറിയാം അമറിന് ഒരു അങ്കമാലി കണക്ഷൻ ഉള്ള ഒരു മലയാളി ആയിട്ട് പോകുന്ന ഒരാളാണ്, പക്ഷെ തമിഴാണ് സംസാരിക്കുന്നത്. ലോകേഷൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഫഹദിനോടാണെങ്കിൽ മലയാളത്തിലെ ക്യാരക്ടറിനെ ഇത് ചെയ്യാം. കാരണം ചെമ്പന്റെ ക്യാരക്ടർ ഒരു മലയാളി ടോണിലാണല്ലോ, പക്ഷെ അതിൽ പ്യൂറായിട്ട് തമിഴാണ് ഇത് ചെയ്യുന്നത്. നേരത്തെ മുകിലിനാണെങ്കിലും തമിഴായിട്ടാണ് മറ്റേ സൂപ്പർ ഡീലക്സിൽ ചെയ്തേക്കുന്നത്. ഇതിൽ പിന്നെ പഞ്ചാബി ആയിട്ടുള്ള പിന്നെ ക്യാരക്ടറാണ് ഷക്കാബത്തിന്. അതെ, ജാട്ട് ക്യാരക്ടറിനാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ അതർ ലാംഗ്വേജ് എന്ന് പറയുന്ന സമയത്ത് പെർഫോമൻസിനെക്കാളും ഈ ബോഡി ലാംഗ്വേജിലടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന്റെ ഇത് വരുമല്ലോ. കാരണം നമ്മൾ തെലുങ്ക് സംസാരിക്കുമ്പോൾ ബോഡിയിലേക്ക് കൂടി വരുമല്ലോ. ആസ് എൻ ആക്ടർ ഈ ലാംഗ്വേജ് ഈ ക്യാരക്ടറിലേക്ക് ഫ്ലുവന്റ് ആക്കി കൊണ്ടുവരുന്നത് ഇല്ല, എനിക്ക് ഞാൻ ഇപ്പൊ തമിഴ് സിനിമ ചെയ്യാൻ പോയാലോ തെലുങ്ക് സിനിമ ചെയ്യാൻ പോയാലോ എനിക്ക് വളരെ ഉറപ്പുള്ള കാര്യം, പുഷ്പയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞാണ് ഈ സിനിമ എന്തായാലും മലയാളത്തിലുണ്ടാവും. ഇപ്പൊ വേണേ മലയാളത്തിൽ ഫുൾ യോർ സീൻസ് വി കൻ ഷൂട്ട് ഇൻ മലയാളം. അത് സുഖു സാർ ആദ്യം എന്നോട് പറഞ്ഞ കാര്യം. എന്നെ കാണാനോട് വന്നപ്പോൾ ഞാൻ എനിക്ക് ലാംഗ്വേജ് പ്രശ്നമായിരിക്കുന്നു. പുള്ളി പറഞ്ഞു സാർ ഈ പടം എന്തായാലും മലയാളത്തിലുണ്ട്, തമിഴിലും ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏത് ലാംഗ്വേജ് ആണ് കംഫർട്ടബിൾ ആ ലാംഗ്വേജിൽ ഷൂട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല, എനിക്കിതിന്റെ ഒറിജിനൽ വേർഷൻ ഏത് ലാംഗ്വേജിലാണ് ഉണ്ടാക്കുന്നത് ആ ലാംഗ്വേജിൽ ഞാൻ അതിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, വേറൊരു ഭാഷയിൽ ഞാൻ ഡബും ചെയ്യില്ല എന്ന് ഞാൻ പറഞ്ഞു. അതെനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഇപ്പം ഞാൻ പറയുന്ന ലാംഗ്വേജ് അനുസരിച്ചിട്ടാണ് എൻ്റെ ബോഡി ലാംഗ്വേജോ റിയാക്ഷൻസോ ടൈമിങ്ങോ ഇല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസിന്റെ എല്ലാ ഫാക്ടേഴ്സും ഡിറ്റർമിൻഡ് ആവുന്നത്. അപ്പൊ ഞാൻ വിക്രം ഇങ്ങനെ ഇപ്പൊ ഞാൻ കമൽ സാറായിട്ടുള്ള സീൻ ഇപ്പൊ മലയാളത്തിൽ ഞാൻ ആ ഡയലോഗ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അത് ഇതേപോലെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എനിക്ക് ആ ഫാക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒറിജിനലി ഇത് കൺസീവ് ചെയ്ത ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജിൽ വേണം എനിക്ക് പെർഫോം ചെയ്യാൻ. ഒരു ഒറിജിനൽ ഫീൽ കൂടി ഉണ്ടല്ലോ. അതെ അതെ അതെ, എന്നാലും അത് ഓർഗാനിക് ആയിട്ട് ആ പ്രോസസ്സ് ഭയങ്കര ഹാർഡാണ്. ഇപ്പം എനിക്ക് ഇടയ്ക്ക് തോന്നും ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞ രസമായിരിക്കും. ഈ പാർട്ടിയിൽ ഏതാ അങ്ങനെ ഒരു ചർച്ചയുടെ ഇടയിൽ വന്ന പോവാൻ നേരത്ത് എന്തെങ്കിലും കൂടെ ഒരു കാര്യം പറയണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് സുസാ ഇങ്ങനെ പറഞ്ഞു പാർട്ടിയിലും ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഐ തിങ്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് അത് ഞാൻ ആ ലാംഗ്വേജിൽ തന്നെ പെർഫോം ചെയ്യാന്നുള്ളത്. ഞാനിപ്പോ അവിടെ പോയി ഇപ്പൊ എനിക്കിപ്പോ ഹിന്ദി എന്നൊക്കെ വരുന്ന എല്ലാം ഞാൻ മലയാളിയെ പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അത് ഹൈയും ഇല്ലല്ലോ മലയാളത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. 4ാമത്തെ അനിയനെ കൊന്നു കഴിയുമ്പം ആരോ വീട്ടിൽ വന്നത് പുള്ളി ബോഡിയുടെ അടുത്ത് പോയി നിന്നിട്ട് പുള്ളി കരയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോഡിയുടെ അടുത്ത് ബാലയുടെ ക്യാരക്ടർ ഇരിക്കുന്നുണ്ട്. ഈ ബിലാൽ കരയുന്ന ആക്ച്വലി ബാലയുടെ ഇങ്ങനെ അടിച്ചിട്ട് അയാൾ കരയുന്നത്. മുഖം അനങ്ങുന്നില്ല, കൈ മാത്രമേ ഇങ്ങനെ പോകുന്നുള്ളൂ.